പൂർവ്വജന്മ ജ്യോതിഷത്തെ പറ്റി സംസാരിച്ചു. അപ്പം കർമ്മ ആസ്ട്രോളജി ഇതെല്ലാം താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ജന്മം എടുക്കുമ്പോൾ പൂർവ്വജന്മത്തിലെ ആ കാര്യങ്ങളാണ്, നമ്മൾ ഏടുകളാണ് നമ്മൾ ഈ ജീവിതത്തിലും പകർത്തുന്നത്, അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ജാതകം ഗ്രഹനില നോക്കി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ പൂർവ്വജന്മമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്, അന്നത്തെ പ്രശ്നങ്ങളാണോ ഇന്നത് ആ ജാതകത്തിൽ തെളിഞ്ഞ് കാണുന്നത്, എന്തൊക്കെ പരിഹാരങ്ങൾ അതിന് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ എങ്ങനെയാണ് ജാതകം നോക്കി മനസ്സിലാക്കുന്നത്? അതെ, ഒരു വ്യക്തി വരുമ്പോൾ അവരുടെ ജാതകം പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യമേ അവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനന സമയം, ഇത് കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ഏത് ജില്ലയിലാണ് ജനിച്ചത് എന്ന് നമുക്കറിയണം. ഇത് പകലാണോ രാത്രിയിലാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് സമയം കൃത്യമാണ് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കണക്ക് കൂട്ടിയെടുക്കുമ്പോഴേക്കും നമ്മുടെ ലഗ്നം, ആ ലഗ്ന സ്ഥാനം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ പൂർവ്വജന്മത്തിൽ എന്ത് കർമ്മയിലാണ് ഇവർ വന്നിരിക്കുന്നത്. നമ്മൾ നക്ഷത്രം പോലെ തന്നെ എല്ലാ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങളുണ്ട്, ലഗ്നത്തിനും നക്ഷത്രമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൂയ നക്ഷത്രത്തിൽ ഒരാൾ ജനിച്ചു, അദ്ദേഹത്തിൻ്റെ ലഗ്നമെന്ന് പറയുന്നത് ധനു ലഗ്നമാണ് എന്ന് വിചാരിക്കുക. ധനു രാശി ഉദിച്ചു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ധനു രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ലഗ്നം വന്നിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ മുജ്ജന്മ കർമ്മയിൽ ഈ നക്ഷത്രവുമായിട്ട് ബന്ധമുണ്ട്. മനസ്സിലായോ? പിന്നെ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്ന നക്ഷത്രം, അത് സൂര്യനാണ് കർമ്മകാരകൻ. പിതൃകാരകോ സൂര്യ. പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ്, ജീവൻ്റെ കാരകനാണ് സൂര്യൻ. ആ സൂര്യൻ നിന്ന നക്ഷത്രം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലഗ്നം നിന്ന നക്ഷത്രം, ചന്ദ്രൻ നിന്ന നക്ഷത്രം, ഇത് 3ഉം നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ജാതകം എടുത്തു കഴിയുമ്പോഴേക്കും പൂർവ്വജന്മത്തിൽ ഈ ആത്മാവ് എന്തൊക്കെ കർമ്മയുമായിട്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ കർമ്മയുടെ ബേസിക്കിലായിരിക്കും ഇവർ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് അതത് സ്ഥാനങ്ങളിൽ ഓരോരോ ഗ്രഹങ്ങളും വന്ന് നിൽക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമുക്കൊരു കുട്ടിയുടെ ജനിക്കുമ്പോഴേ ആ കുട്ടിയുടെ 7ാം ഭാവത്തിൽ ഒരു പാപഗ്രഹം നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പാപഗ്രഹമോ ശുഭഗ്രഹമോ അങ്ങനെ 2 ഗ്രഹങ്ങളുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ പാപഗ്രഹങ്ങളെന്ന് പറയുന്നത് ചൊവ്വ, ശനി, രാഹു, കേതു, ഗുളികൻ, ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെ നമ്മൾ പാപഗ്രഹങ്ങളുമായി ഗണിച്ചിരിക്കുന്നു. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് നല്ലതുമുണ്ട് ചീത്തതുമുണ്ട്. ചന്ദ്രൻ പൊതുവെ ശുഭഗ്രഹമായിട്ട് ഗണിച്ചിട്ടുണ്ടെങ്കിലും വ്യത്യാസം ഉണ്ടാവും. കറുത്ത പക്ഷമെന്നും വെളുത്ത പക്ഷമെന്നും അതിൻ്റെ ശുഭ പാപത്തോലം വ്യത്യാസം വരും. എന്നാൽ മറ്റൊരു ഗ്രഹമുണ്ട് ബുധൻ. ബുധൻ പൊതുവെ ശുഭഗ്രഹമാണെങ്കിലും പാപാബുധാസ്തൈരുദാഹ എന്ന് പറയുന്നു. പാപഗ്രഹങ്ങളോടുകൂടി യോഗം ചേരുമ്പോൾ, അതായത് രാഹു, കേതു, ശനി, ചൊവ്വ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുമായിട്ട് ബുധന് യോഗം ചേരുമ്പോൾ ബുധൻ സ്വാഭാവികമായിട്ടും പാപഗ്രഹമായി മാറുന്നു. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ നമുക്ക് പല പ്രോസസ്സിലൂടെയാണ് പാപഗ്രഹങ്ങളെന്നും ശുഭഗ്രഹങ്ങളെന്നും അറിയാനായിട്ട് പറ്റുന്നത്. ഇത് സാമാന്യേന നിയമമാണേ. എന്നാൽ പല ഘടകങ്ങളുണ്ട്. കേന്ദ്രാധിപത്യ ദോഷം, ശുഭഗ്രഹങ്ങൾക്ക് കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടെങ്കിൽ ശുഭൻ്റെ ഫലത്തെ ചെയ്യത്തില്ല. മനസ്സിലായി? കേന്ദ്രം എന്ന് പറഞ്ഞാൽ 4, 7, 10 സ്ഥാനങ്ങളാണ്. അപ്പം ശുഭഗ്രഹങ്ങളായിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് ഈ സ്ഥാനത്തിൻ്റെ ആധിപത്യം ഉണ്ടെങ്കിൽ ശുഭഫലത്തെ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ഉദാഹരണം വ്യാഴത്തിൻ്റെ ദശാകാലം എന്ന് വിചാരിക്കുക. വ്യാഴം കേന്ദ്രാധിപത്യ ദോഷമുള്ള ജാതകത്തിൽ വ്യാഴം കൃത്യമായ രീതിയിൽ ശുഭഫലത്തെ കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ പാപഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും 7ാം ഭാവത്തിലൊരു കുട്ടിക്ക് പാപഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് ചൊവ്വ തന്നെ ഇരിക്കട്ടെ. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട് വിവാഹ കാര്യങ്ങളിൽ ചൊവ്വാദോഷം എന്ന് പറയുന്നു. അപ്പം ആ സ്ഥാനത്തേക്ക് ചൊവ്വ വരാൻ എന്താണ് കാരണം? ഒരു നക്ഷത്രത്തിലേക്ക് പിറക്കാൻ എന്താണ് കാരണം?
ഇന്ന നക്ഷത്രത്തിൽ പെടുന്ന ലഗ്നത്തിൽ പിറക്കാൻ എന്താണ് കാരണം? മനസ്സിലായോ? അപ്പോൾ എന്ത് കർമ്മയും കൊണ്ടാണ് ഇവരിങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ പൂയം നക്ഷത്രത്തെ നമുക്കെടുക്കാം. പൂയം നക്ഷത്രം എന്ന് പറയുന്നത് കർക്കടകം രാശിയിൽ ശനിയുടെ നക്ഷത്രമാണ് പൂയം നക്ഷത്രം. അപ്പോൾ ആ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ നക്ഷത്രം പൂയം നക്ഷത്രമാകുമ്പോൾ പൂയം നക്ഷത്രത്തിലേക്ക് ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ശാപം കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. അപ്പോൾ രാഹു എന്ന് പറയുന്ന ഗ്രഹം ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ പിതാമഹോ രാഹു, പിതാമഹ കാരകനാണ് രാഹു. അപ്പോൾ എന്താണ്? പൂർവകർമ്മ, പൂർവികരുടെ കർമ്മ വീട്ടുന്നതിനും കൂടി വേണ്ടിയാണ് പൂയം നക്ഷത്രത്തിൽ ഒരാൾ ഇങ്ങോട്ട് പിറക്കുന്നത്. അതായത് തൻ്റെ മുന്നോറുകൾ, തൻ്റെ അച്ഛൻ, തൻ്റെ വല്യച്ഛൻ, തൻ്റെ പാരമ്പര്യം, ആ പാരമ്പര്യത്തിലുള്ള സർവകർമ്മങ്ങളെയും ബാലൻസ് ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും വേണ്ടിയാണ് ഈ കുട്ടി ഇവിടെ ജനിച്ചിട്ടുള്ളത്. മനസ്സിലായോ? പൂർവകർമ്മത്തിൽ സർപ്പബന്ധം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. 4 തലമുറയിൽപ്പെടുന്ന അല്ലെങ്കിൽ അവിടുന്ന് താഴോട്ടോ മുന്നോട്ടോ പൂർവികർ സർപ്പ ആചാരങ്ങളോ സർപ്പസേവകളോ സർപ്പഭൂമി ബന്ധങ്ങളോ ഈ നക്ഷത്രക്കാർക്കുണ്ടായിരിക്കും. ആ ദോഷത്തെ പരിഹരിച്ചില്ല എങ്കിൽ പൂയം നക്ഷത്രത്തിൽ പിറക്കും. മനസ്സിലായോ? അപ്പോൾ ആ പാരമ്പര്യത്തെ ഇവർ ഏക്കണം. ആ പൂർവ്വ പാരമ്പര്യത്തെ ഏറ്റ് ആ കർമ്മങ്ങളെ മുഴുവൻ കൃത്യമായി ഇവർ ക്ലെൻസ് ചെയ്യാത്ത പക്ഷം അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അവർ ആ കർമ്മയനുസരിച്ച് മുന്നോട്ട് പോയാൽ അവർ വളരെയേറെ ഉന്നത നിലയിൽ എത്താനും സാധിക്കും. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ, ദേവതാ ബന്ധ കാര്യങ്ങളിൽ, മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ, ശാസ്ത്രവുമായി ബന്ധമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർ നന്നായിട്ട് ശോഭിക്കുന്ന നക്ഷത്രക്കാരാണ്. മനസ്സിലായോ? അപ്പോൾ ആ കർമ്മങ്ങളെ ഇവർ ബാലൻസ് ചെയ്യണം. അപ്പോൾ പൂയം നക്ഷത്രത്തെ പുറത്തുണ്ടെങ്കിൽ എന്താണ്? പൂർവ്വകർമ്മ. അപ്പോൾ തൻ്റെ മുന്നോറുകൾക്ക് തിഥി എന്ന് പറയുന്ന കർമ്മ ഇവർ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. തിഥി കൊടുക്കുക, പൂർവികർക്ക് ബലി കൊടുക്കുക. അവരുടെ കർമ്മങ്ങളിൽ എന്തൊക്കെ ദോഷകർമ്മങ്ങൾ കിടക്കുന്നുണ്ടോ ആ കർമ്മങ്ങളെയൊക്കെ ഇവർ ഈ ജന്മത്തിൽ പരിഹരിക്കണം. പരിഹരിച്ചില്ലെങ്കിൽ അവർ ഈ ജീവിതത്തിൽ വളരെയേറെ ക്ലേശ അനുഭവങ്ങൾ അനുഭവിച്ച് അവർ തേടിപ്പോകും. എന്താണ് എൻ്റെ കർമ്മ പരിഹരിക്കാൻ വേണ്ടിയുള്ള മാർഗം എന്ന് ഈ നക്ഷത്രക്കാർ തേടിപ്പോയത് കണ്ടെത്തി അവർ ഉറപ്പായിട്ടും പരിഹരിച്ചിരിക്കും. ഒന്നുകിൽ ഇവർ പരിഹരിക്കും, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത തലമുറ അതിന് കൃത്യമായിട്ടും നിവർത്തി കണ്ടിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ ഒരാൾ പിറക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിലേക്ക് ഒരാൾ പിറക്കുമ്പോഴേക്കും ഉറപ്പായിട്ടും അവരുടെ പൂർവ്വകർമ്മയിൽ അവരുടെ 2 തലമുറയ്ക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു പൂർവികനെ കാണാതെ പോവുകയോ അതല്ലാത്ത പക്ഷം വിഷം തീണ്ടി മരിക്കുകയോ വിഷം കുടിച്ചു മരിച്ചു പോവുകയോ ചെയ്ത ഒരു പൂർവികൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അത് തൻ്റെ പൂർവികരോട് അന്വേഷിച്ചാൽ മതി. നമ്മുടെ 2 തലമുറയ്ക്ക് മുമ്പ് ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ? പ്രത്യേകിച്ച് മാതാവിൻ്റെ അമ്മയുടെ കുടുംബത്തിൽ കാണാതെ പോയിട്ടുണ്ടോ? അതല്ലാത്ത പക്ഷം ആരെങ്കിലും വിഷം തീണ്ടി മരിക്കുകയോ വിഷം കുടിച്ചു മരിക്കുകയോ ചെയ്ത ഏതെങ്കിലും പൂർവികർ നമ്മുടെ മുന്നോറുകളുണ്ടോ എന്ന് തിരക്കിയാൽ കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കണം. പിതൃകർമാദി കാര്യങ്ങൾ ചെയ്ത് അവർ പരിഹരിക്കണം. അപ്പം അവർക്ക് അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറൊരു കാരണം ഉണ്ടാകുമല്ലോ. അവർക്കങ്ങനെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരുടെയും തലമുറയ്ക്ക് മുമ്പ് ഒരു കാരണം ഉണ്ടാകണം. ആ കർമ്മത്തെ ഇവർ നിവൃത്തി ചെയ്യണം. ഇന്നല്ല ഈ തിരുവാതിര നക്ഷത്രക്കാരോ തിരുവാതിര നക്ഷത്രത്തിൽ നിന്നും പിറക്കുന്ന സന്തതികളോ ഉറപ്പായിട്ടും ഈ കർമ്മത്തിന് ബാലൻസ് ചെയ്തിരിക്കും, പരിഹരിച്ചിരിക്കും. അത് ഉറപ്പാണ്. അപ്പോൾ ഓരോന്നിനും നമ്മൾ ഇങ്ങോട്ട് പിറക്കുന്നതിൻ്റെ പിന്നിൽ ഓരോരോ കാരണങ്ങളുണ്ടാവും. ഈ തിരുവാതിര നക്ഷത്രത്തിൽ ഒരാൾ ജനിച്ച് അവരുടെ ജീവിതങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചായിരിക്കും അവർ മുന്നോട്ട് പോവുക. മനസ്സിലായോ? കുടുംബജീവിതങ്ങളിൽ ക്ലേശാനുഭവങ്ങളുണ്ടാവും, സന്തതി സംബന്ധമുള്ള ഇഷ്യൂസുകളുണ്ടാവും,
തൻ്റെ മാതൃപരമ്പരയിലോ പിതൃപരമ്പരയിലോ ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശ അനുഭവങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള പല കർമ്മങ്ങളൊക്കെയും ഈ നക്ഷത്രക്കാർക്ക് അനുഭവയോഗ്യമായിട്ട് വരും. അവരുടെ അനുഭവം കൊണ്ട്, അതായത് കുറേ നമ്മൾ അനുഭവിക്കുമ്പോൾ എന്താ, നമ്മൾ ആ കർമ്മ ക്ലെൻസ് ചെയ്ത് മാറുകയാണ്. ആ ക്ലെൻസ് ചെയ്തതിന് ഒരു സമയം ഇറയവൻ നിരൂപിക്കും, നിനക്ക് സമയമാണ്, നീ അനുഭവിച്ചതൊക്കെ ഏറെക്കുറെ മതിയായിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കതിന് പരിഹരിക്കാനുള്ളൊരു മാർഗമായി എന്ന് ഭഗവാൻ അതിനൊരു മാർഗം കൽപ്പിക്കും. അപ്പോൾ കൃത്യമായ രീതിയിൽ നമ്മുടെ മുന്നിൽ ഒരാൾ വന്ന് പെടും. അതാണ് പറയുന്നത്, സർവേര്യമാണ് അവശരീരി പ്രസഹ്യ ദൈവേന ശുഭാശുഭേന ജ്യോതിർവിധം സന്നിധിമേതി യസ്മാൽ പ്രശ്നോഭ്യതോ ജന്മ സമബലേഷോ. അവശനായ മനുഷ്യനാകട്ടെ സുഖദുഃഖങ്ങൾ കൊണ്ട് ദൈവയോഗത്താൽ പ്രേരിതമാകണം. ദൈവയോഗത്താൽ പ്രേരിതമാകാത്ത പക്ഷം ഒരിക്കലും നമുക്ക് നമ്മുടെ കർമ്മയെ ക്ലെൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ഒരു പരിധി വരെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട്. ഒരുവൻ നമ്മളെ നല്ലതിനായിട്ടും ഭഗവാൻ വിട്ടിട്ടുണ്ട്, ചീത്തതിനായിട്ടും വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ ജാതകത്തിൽ വൈനാശിക നക്ഷത്രത്തിൽ ഒരാൾ പിറക്കും. മനസ്സിലായോ? മർമ്മസ്ഥാന ഗ്രഹമാണ് വൈനാശികം എന്ന് പറയുന്ന ഗ്രഹം. എല്ലാ നക്ഷത്രക്കാർക്കും ഒരു ഗ്രഹം, ഒരു നക്ഷത്രം വൈനാശികമായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അശ്വതി നക്ഷത്രത്തിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 22ാമത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രം വരും. ആ തിരുവോണം നക്ഷത്രത്തിൽ ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഇവരെ ബാധിക്കും. അത് ഒന്നുകിൽ അവരുടെ വീട്ടിൽ കാണും, അല്ലെ അവരുടെ സുഹൃത്തുക്കൾ കാണും, ജോലി സ്ഥലത്ത് കാണും, അവരുടെ പ്രണയ രീതിയിൽ വരാം, കല്യാണം കഴിച്ച് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്തു ചെയ്യും? ഇവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു പെയിൻ കൊടുക്കും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ഒരു കുട്ടി തിരുവോണം നക്ഷത്രത്തിൽ പിറന്ന ഒരു ആൺകുട്ടിയുമായിട്ട് പ്രണയമാകുകയാണെങ്കിൽ ഉറപ്പായ രീതിയിലും പ്രണയിച്ചിട്ട് അവരെ പറ്റിക്കും. ആ പെയിൻ ഒന്നാലോചിച്ച് നോക്ക്. ആ പെയിൻ കൊണ്ട് അവർ ആത്മഹത്യയുടെ വക്കിൽ വരെ അവർ പോകും. എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും രീതിയിൽ ദോഷകർമ്മം പരിഹരിക്കുന്ന ആ കർമ്മയെ നമ്മൾ അനുഭവിക്കണ്ടേ? എല്ലാ നാളുകൾക്കും ഇതുണ്ടാവും. എല്ലാ നക്ഷത്രക്കാർക്കും 22ാമത്തെ നക്ഷത്രം വൈനാശിക നക്ഷത്രമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചോണം. നമ്മുടെ വീട്ടിലോ നമ്മുടെ തൊഴിൽ മേഖലയിലോ നമ്മുടെ നക്ഷത്രത്തിൻ്റെ 22ാമത്തെ നക്ഷത്രത്തിൽ ഒരാളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മുടെ നക്ഷത്രം മുതൽ 22ാമത്തെ നക്ഷത്രം വൈനാശിക നക്ഷത്രമാണ്. പൂയ നക്ഷത്രം എടുക്കുകയാണെങ്കിൽ ഭരണി നക്ഷത്രം 22ാമത്തെ നക്ഷത്രമാണ്. കൊടിയമായിരിക്കുന്ന പെയിൻ ഇവരിൽ നിന്ന് കിട്ടിയിരിക്കും. എങ്ങനെയാവാം, ഏത് രീതിയിലാണ്? കാരണം അവരുടെ ഉയർച്ചയ്ക്ക് അതൊരു തടസ്സത്തെ കൊടുക്കും. കെട്ടിയിട്ടേക്കുന്ന ഒരവസ്ഥയായിരിക്കും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സാമാന്യനെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, എൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുള്ളതെന്ന് പറയാറുണ്ട്. അച്ഛൻ മരണപ്പെട്ടത് നല്ലതാണ് എന്നൊന്നും അല്ലേ ഞാനീ പറഞ്ഞത്, ഒരു ഉദാഹരണം പറയുന്നതാണ്. ഒരുപക്ഷെ ഈ നക്ഷത്രത്തിൻ്റെ വൈനാശി നക്ഷത്രമായിരിക്കാം അച്ഛൻ. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കർമ്മയെ ഉയർത്താതെ നിന്നതിൻ്റെ കാരണം ഈ വൈനാശം എന്ന് പറയുന്ന ആ ഊർജം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അച്ഛൻ നീങ്ങിയതിന് ശേഷം എന്ത് പറ്റും? ആ ഊർജം, ആ ദോഷ ഊർജം മാറിയപ്പോഴേക്കും ഈ വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർച്ച അനുഭവങ്ങൾ ഉണ്ടാകും. മനസ്സിലായി? മറ്റുണ്ട്, കർമ്മ നക്ഷത്രങ്ങളുണ്ട്. ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ, പൂയ നക്ഷത്രത്തിന് രാഹുവിൻ്റെ കർമ്മയാണ്, അശ്വതി നക്ഷത്രത്തിന് സൂര്യൻ്റെ കർമ്മയാണ് എന്ന് പറയുന്ന പോലെ ഓരോ നക്ഷത്രക്കാർക്കും ഓരോരോ കർമ്മങ്ങളുണ്ട്. ആ കർമ്മ, ആ ശാപം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ശാപത്തിന് നമ്മൾ നിവർത്തി ചെയ്യണം. അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ മുന്നോറുകൾ, നമ്മുടെ ഋഷീശ്വരന്മാർ ഈ ശാസ്ത്രങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത് പോലെ തന്നെ ഇതിനെ പരിഹരിക്കാനൊരു മാർഗം ഉണ്ടാവണമല്ലോ. അല്ല ചുമ്മാ ഇത് അറിഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. എന്തിനും ഒരു പരിഹാരം ഉണ്ടാകണം. പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജ്യോതിഷം നോക്കുന്നത്, അല്ലേ? ക്ഷേത്രങ്ങൾ നിർദ്ദേശിക്കുന്നത്, ഇതെല്ലാം നമ്മൾ നിർമ്മിച്ചതിന് പിന്നിൽ ഓരോ കാര്യം ഉണ്ടല്ലോ. ഓരോരുത്തർക്കും ഓരോ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഓരോ ദേവീദേവന്മാരുണ്ടാവും. അതാണ് മുജ്ജന്മ കർമ്മയിൽ ഏത് ക്ഷേത്രം. ഇപ്പം മുജ്ജന്മ കർമ്മയിൽ
ഒരുപാട് ബ്രാഹ്മണ ഹത്യ, പിതൃഹത്യ, സ്ത്രീഹത്യ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ ഹത്യ, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴേക്കും, ഉദാഹരണം ബ്രഹ്മഹത്യാ ശാപം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ശാപം നിവർത്തി ചെയ്യണമെങ്കിൽ അതിനായിട്ട് ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അത് കാശിയിലാണ് പോകേണ്ടതെങ്കിൽ കാശിയിൽ പോയേ പറ്റുള്ളൂ. അത് അവരുടെ ഗ്രഹനില നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി നീ ഇന്നിടത്താണ് നിനക്ക് മാരകമായിട്ട് നിൽക്കുന്നത്, ആ സ്ഥാനത്തെ പരിഹരിച്ചാൽ കൃത്യമായിട്ട് നിൻ്റെ ഹൈ ലെവലിലേക്ക് നിനക്ക് പോകുവാൻ സാധിക്കും. നമുക്ക് 100% ഉറപ്പിക്കാം. ഇപ്പം മാഡം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പല സെലിബ്രിറ്റീസിനെ തന്നെ എടുക്കാം. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സാറ്, അദ്ദേഹം തിരുവണ്ണാമല ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അദ്ദേഹം തിരുവണ്ണാമലയിൽ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയ ക്ഷേത്രമാണ് അദ്ദേഹത്തിൻ്റെ കർമ്മയെ ക്ലെൻസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്ത സങ്കേതമാണ് തിരുവണ്ണാമല. അത് എത്ര പ്രാവശ്യം പോകണമെന്നുണ്ടോ? നമുക്ക് ഒരു വർഷം ഒരു പ്രാവശ്യമെങ്കിലും പോകണം. അതല്ലെങ്കിൽ ശനി മാറുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം. ശനി എന്ന് പറയുന്ന ഒരു രാശിയിൽ നിന്ന് മാറുന്നത് 2.5 വർഷം എടുക്കും. അപ്പോൾ 2.5 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ കൂടെ പോയാൽ നമ്മുടെ ആത്മയുടെ കർമ്മ ക്ലെൻസ് ചെയ്ത് ശുദ്ധമായി തീരും. അപ്പം കർമ്മ നമ്മളിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് കറക്റ്റായ രീതിയിൽ മുന്നോട്ട് പോരാട്ട് പറ്റും. രണ്ടാമതാണ് ദാനധർമ്മങ്ങൾ. ധർമ്മം ചെയ്താൽ കർമ്മം പോകും. മനസ്സിലായോ? ദാനധർമ്മങ്ങൾ ചെയ്യണം, ഒരു വ്യക്തിയിലും പറ്റിക്കരുത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു സ്ട്രീറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ അവിടെ പാവങ്ങൾ വിൽക്കുകയാണ്, സാധനങ്ങൾ വിൽക്കുകയാണ്. നമ്മളവിടെ പോയിട്ട് ഈ സാധനത്തിന് എന്താ വില, ഇതിന് ഒരു 50 രൂപയാണ് വില. നമ്മളെന്ത് പറയും? അവിടെ വില വേശും അല്ലേ, ഇതൊരു 40 രൂപയ്ക്ക് തരാമോ? അവരുടെ നിവൃത്തികേട് കൊണ്ടായിരിക്കും ശരി 40 രൂപയ്ക്ക് തരാം. അപ്പോഴെന്താ 10 രൂപയുടെ കർമ്മ അവരിൽ നിന്ന് നമ്മൾ വാങ്ങുക ചെയ്തേ. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഒരാളുടെ കർമ്മ എന്തിനാണ് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലേ? അവരുടെ അധ്വാനം, അവരുടെ കർമ്മമാണത്. ആ കർമ്മ അവർ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരെ കബളിപ്പിച്ചിട്ടാണ് അത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവരുടെ 10 രൂപയുടെ കർമ്മ നമ്മളിലേക്ക് സ്റ്റോർ ആകുകയാണ് ചെയ്തത്. എന്നാലും മറിച്ചോ, അവർ സാധനം വിൽക്കുന്നു, നമ്മൾ 40 രൂപയുടെ സാധനം നമ്മൾ മേടിച്ചിട്ട് ഒരു 50 രൂപ അവിടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഇരുന്നോട്ടെ കേട്ടെ എന്ന് പറഞ്ഞാൽ അവർക്കതൊരു സന്തോഷമാണ് അല്ലേ? നമ്മുടെ കർമ്മ അതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും കൂടെയാണ് ചെയ്തത്. അങ്ങനെയുള്ള നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത് ധർമ്മം ചെയ്താൽ കർമ്മം പോകും. മനസ്സിലായി? മാഡം, നമ്മൾ പണ്ട് പല ക്ഷേത്രങ്ങളിലും പോകുമ്പോഴേക്കും വാതിക്കലൊക്കെ, അമ്പലത്തിൻ്റെ വാതിക്കലൊക്കെ ഈ ധർമ്മം മേടിക്കുന്ന ആളുകൾ ഇരിപ്പുണ്ട്, കാല് വയ്യാത്തവരും ഒക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ തന്നെ നമ്മുടെ കയ്യിലൊക്കെയും കുറച്ച് നാണയത്തൊട്ടുകളുണ്ടാവും. അപ്പോൾ ഈ നാണയത്തൊട്ടുകളൊക്കെ നമ്മൾ അവർക്ക് കൊടുത്താണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴേണ്ടത്. മനസ്സിലായി? അപ്പോൾ നമ്മുടെ കർമ്മയെ നമ്മൾ പരമാവധി ഇറക്കി ശുദ്ധമായതിന് ശേഷം വേണം നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഈശ്വരനെ കാണാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ ഇറങ്ങിപ്പോകുമ്പോഴാണ് ആ ഊർജം നമ്മളിലേക്ക് നന്നായിട്ട് സ്റ്റോർ ആകുന്നത്. മറ്റേതെന്താ, നമ്മുടെ ഈ നെഗറ്റീവ് ഊർജങ്ങൾ മുഴുവൻ കൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. സ്റ്റോർ ചെയ്തിരിക്കുക. ഈ പാപകർമ്മങ്ങളുടെ സ്റ്റോർ മുഴുവൻ നമ്മുടെ തലയിലിരിക്കുകയാണ്. ഇതിനകത്തോട്ട് പുണ്യകർമ്മങ്ങളും കയറുന്നില്ല, ഒന്നും കയറാൻ പറ്റാത്ത അവസ്ഥയെ പോലെ നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പാപകർമ്മങ്ങൾ. ഇറങ്ങിപ്പോണ്ടേ, ഒന്നും ഇറക്കി വിടത്തില്ല. തിരിച്ച് പറ്റിക്കുന്നവരും ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവും. നമ്മൾ അതിനകത്ത് മുതലെടുക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ മാഡം? മനസ്സിലായോ? അല്ല, ഇപ്പോൾ ഒരുപാട് കാണാറുണ്ട് അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ. അല്ല, അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇതാണ് അതിൻ്റെ തത്വം എന്ന് പറയുന്ന കാര്യം. എല്ലാ കാലത്തും എല്ലാവരും ഓരോ രീതിയിൽ ഓരോരുത്തരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മാഡം. ഇപ്പോൾ അതാണ് അവിടുത്തെ എല്ലാം കർമ്മദോഷങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ വീണ്ടും നിയമമാണത്. വീണ്ടും പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 യുഗങ്ങളെ തിരിക്കുമ്പോൾ സപ്തയുഗ കാലത്ത് ഏറ്റവും ശുദ്ധാത്മാക്കളായിരുന്നു. പിന്നീട് ത്രേതായുഗത്തിലേക്ക് വന്നപ്പോഴേക്കും കുറച്ച് കളങ്കത്തിലേക്ക് പകുതി 45% ശുദ്ധതയും 25% പാപതയും ഉണ്ടായി. ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോൾ പകുതിയേക്ക് മാറപ്പെട്ട് കലിയുഗത്തിലേക്ക് വന്നപ്പോൾ എന്ത് പറ്റി? 50% നന്മയും 45% തിന്മയുമാണ് മനുഷ്യനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ തോന്നും
ഒരാളെ എങ്ങനെ പറ്റിക്കാം, ഒരാളെ എങ്ങനെ ദോഷം ചെയ്യാം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്താ വീണ്ടും 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 ജനന മരണത്തിൽപ്പെട്ട് വീണ്ടും ഇന്ന് ഒരാളെ നമ്മൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളെ ഒരാൾ പറ്റിക്കപ്പെടാൻ കാരണമാകും. നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, ഒരു ദ്രോഹവും ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കും, ഈശ്വര ഞാൻ ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് എനിക്ക് ഇങ്ങനൊരവസ്ഥ, എന്നെ എല്ലാവരും വന്ന് പറ്റിച്ചുകൊണ്ട് പോവുകയാണല്ലോ, എനിക്ക് ഇങ്ങനൊരവസ്ഥയാണല്ലോ. നമ്മളറിയുന്നില്ല ഈ ആത്മാവ് നമ്മുടെ പൂർവ്വജന്മത്തിൽ എന്തോരം ആൾക്കാരെ പറ്റിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് നമ്മളറിയുന്നില്ല. പൂരാടം നക്ഷത്രത്തിൽ ഒരാൾ പിറന്നെന്ന് വിചാരിക്കുക. പൂർവ്വജന്മത്തിൽ ഇവർ ഏതെങ്കിലും ഊര് നാട്ടാരായിരിക്കും. ഇന്നത്തെ പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ പറയുന്ന പോലെ തീർപ്പ് കൽപ്പിക്കുന്ന ആൾക്കാരായിരിക്കും ഇവരുടെ പൂർവ്വജന്മത്തിൽ. അപ്പോൾ ഇവർ തെറ്റായ രീതിയിൽ നിയമം കയ്യിലെടുത്തിട്ടുണ്ട്. അതായത് ശരിയായിരിക്കുന്ന ആൾക്കാരെ തെറ്റായിട്ടും തെറ്റായിരിക്കുന്ന ആൾക്കാരെ ശരിയായ രീതിയിലും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൻ്റെ കൂടെ ജോലി ചെയ്ത ആളുകളെ, കീഴിൽ ജോലി ചെയ്ത ആൾക്കാരെ മാട് പണിയെടുക്കുന്ന പോലിട്ട് പണിയെടുപ്പിച്ച ശാപങ്ങൾ ഇവരിലുണ്ടാവും. അതുകൊണ്ട് ഈ ജന്മത്തിൽ എന്തായിരിക്കും പറ്റുന്നത്? നല്ല അറിവും ജ്ഞാനം ഉള്ളവരായിരിക്കും ഇവർ, പക്ഷേ വർക്കാവത്തില്ല. ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട പോലെ ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. അറിവും കാര്യങ്ങളും എല്ലാം കയ്യിലുണ്ടാകും, പക്ഷേ ഒരു വീട്ടിലും പോകാനോ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനോ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇവർക്ക് തടസ്സവും താമസങ്ങളും ഉണ്ടാവും. അറിവുണ്ടാവും, എല്ലാ കാര്യത്തെപ്പറ്റിയും ജ്ഞാനം ഉള്ളവരായിരിക്കും, പക്ഷേ ഒരു കാര്യത്തിലും കൃത്യമായ രീതിയിൽ ഇടപെടാൻ ഇവർക്ക് സാധിക്കാതെ വരും. മനസ്സിലായോ? പ്രവൃത്തി വർക്കാവത്തില്ല, ജോലി വർക്കാവത്തില്ല. എന്താ കാര്യം? കഴിഞ്ഞ ജന്മത്തിൽ ജോലിക്കാരെ അതുപോലെ ഇട്ട് പിഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ അവർക്ക് ഉറപ്പായിട്ടും ജോലി പ്രോബ്ലംസ് ഉണ്ടായിട്ടായിരിക്കും. ഏത് ജോലി ചെയ്തെന്ന് പറഞ്ഞാലും ആ ജോലിയിൽ ഒരു പരാജയം ഇവർക്ക് ഉറപ്പായിട്ടും വന്നിരിക്കും. ഇങ്ങനെ 27 നക്ഷത്രക്കാർക്കും ഇങ്ങനെയുള്ള പല കർമ്മങ്ങളുണ്ട്. അത് നമുക്ക് അവരുടെ ജാതകം പരിശോധിച്ച് ആദ്യം 5 കാര്യങ്ങളെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ പരിഹാരം ചെയ്ത് നമ്മുടെ ജീവിതം 65% വരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പഞ്ചഭൂത തത്വമായ ഈ ശരീരം, പൃഥ്വി, അപ്പ്, അഗ്നി, വായു, ആകാശം, ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജങ്ങളെന്ന് പറയുന്നത്, അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ശരീരവും. അത് തന്നെയാണ് പഞ്ച അംഗങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചാംഗം, നമ്മുടെ ജ്യോതിഷം നോക്കുന്ന പഞ്ചാംഗം എന്ന് പറയുന്നത് ആഴ്ച, നാള്, പക്കം, കരണം, നിത്യയോഗം. ഇങ്ങനെ 5ഉം കൂടിയതാണ് പഞ്ച അംഗം എന്ന് പറയുന്നത്.